ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഗ്രഹത്തിലെ ഏറ്റവും അസാധാരണവും ആകർഷകവുമായ ചില മരങ്ങൾ പരിവേഷണം ചെയ്യാൻ നമ്മൾ സസ്യശാസ്ത്രത്തിന്റെ ലോകത്തേക്ക് നീങ്ങുകയാണ്. ഒരു യക്ഷിക്കഥയിൽ നിന്ന് നേരായതായി തോന്നുന്ന മരങ്ങൾ മുതൽ അതിജീവിക്കാൻ മനസ്സിനെ സ്പർശിക്കുന്ന വഴികൾ വരെ നമ്മൾ പ്രകൃതിയുടെ ഏറ്റവും അസാധാരണമായ ആർബോറിയൽ അത്ഭുതങ്ങൾ കണ്ടെത്താൻ ഒരുങ്ങുകയാണ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിലും അല്ലെങ്കിൽ വിചിത്രവും അതിശയകരവുമായ കാര്യങ്ങൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നവരായാലും ഈ വീഡിയോ നിങ്ങളുടെ ഭാവനയെ ആകർഷിക്കും. അതിനാൽ ലോകത്തിലെ ഏറ്റവും അസാധാരണമായ 10 മരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചേരുക. തുടങ്ങുന്നതിന് മുമ്പ് മരങ്ങളുടെ പ്രാധാന്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനായി നമ്മുടെ ഗ്രഹത്തിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അവ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും കാർബൺ ഡയോക്സൈഡ് ആഗീകരണം ചെയ്യുകയും കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മരങ്ങൾ എണ്ണമറ്റ ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ നൽകുന്നു, ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, ജലപ്രവാഹം നിയന്ത്രിക്കുകയും ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ജലചക്രത്തിൽ അവ നിർണായക പങ്ക് വഹിക്കുന്നു. പരിസ്ഥിതി ആനുകൂല്യങ്ങൾക്കപ്പുറം മരങ്ങൾ തണൽ പ്രദാനം ചെയ്യുന്നു, ഊർജ്ജ ചെലവ് കുറയ്ക്കുന്നു, ഹരിത ഇടങ്ങൾ നൽകിക്കൊണ്ട് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. സാരാംശത്തിൽ പ്രകൃതി ലോകത്തിനും മനുഷ്യ സമൂഹത്തിനും മരങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇനി വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങാം. 1. ഡെഡ് വ്ലേ. നമീബിയയിലെ നമീബ് നൌക്ലഫ് ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡെഡ് വ്ലേ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയവും വേട്ടയാടുന്നതുമായ ചില വൃക്ഷങ്ങളുടെ ആസ്ഥാനമാണ്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഈ പുരാതന ഒട്ടകമുള്ളു മരങ്ങൾ നൂറ്റാണ്ടുകളായി ചത്തിട്ടും വരണ്ട കാലാവസ്ഥ കാരണം നിലനിൽക്കുന്നു. വരണ്ട സാഹചര്യങ്ങൾ മരങ്ങൾ ദ്രവിച്ചു പോകുന്നത് തടഞ്ഞു. തിളങ്ങുന്ന വെളുത്ത കളിമൺ ചട്ടികളുടെയും ഉയർന്നു നിൽക്കുന്ന ചുവന്ന മണൽക്കാടുകളുടെയും പശ്ചാത്തലത്തിൽ അവയുടെ ഇരുണ്ട അസ്ഥികൂട അവശിഷ്ടങ്ങൾ അവശേഷിക്കുകയാണ്. ഡെഡ് വ്ലേയുടെ അതിഭയങ്കരമായ ലാൻഡ്സ്കേപ്പ് അതിന്റെ തീവ്രമായ വൈരുദ്ധ്യങ്ങളും വിചിത്രമായ സൗന്ദര്യവും പ്രകൃതിയുടെ ശാശ്വത ശക്തിയുടെയും കലാപരതയുടെയും തെളിവാണ്. 2. ദ മേപ്പിൾ ട്രീ. അതിമനോഹരമായി വീണുകിടക്കുന്ന ഇലകൾക്കും വ്യതിരിക്തമായ ഇലകൾക്കും പേരുകേട്ട മേപ്പിൾ മരം സൗന്ദര്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണ്. പ്രാഥമികമായി വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മേപ്പിൾസ് അവയുടെ ഉജ്ജ്വലമായ ശരത്കാല നിറങ്ങളാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അഗ്നിചുവപ്പും ഓറഞ്ചും മുതൽ തിളക്കമുള്ള മഞ്ഞ വരെ അവയുടെ സൗന്ദര്യാത്മക ആകർഷണത്തിനപ്പുറം പല കാരണങ്ങളാൽ മേപ്പിൾ മരങ്ങൾ സാമ്പത്തികമായി പ്രാധാന്യം അർഹിക്കുന്നു. ആദ്യം അവ മേപ്പിൾ സിറപ്പിന്റെ പ്രാഥമിക സ്രോതസ്സാണ്. ചില സ്പീഷീസുകളുടെ, പ്രത്യേകിച്ച് പഞ്ചസാര, മേപ്പിൾ സ്രവത്തിൽ നിന്ന് വിളവെടുക്കുന്ന പ്രിയപ്പെട്ട പ്രകൃതിദത്ത മധുര പലഹാരമാണ്. ഈ വ്യവസായം ഒരു സ്വാദിഷ്ടമായ ഉൽപ്പന്നം മാത്രമല്ല, പ്രത്യേകിച്ച് കാനഡയിലും വടക്ക് കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും നിരവധി പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മേപ്പിൾ വുഡ് അതിന്റെ കാഠിന്യത്തിനും ഈട് നിൽക്കുന്നതിനും വളരെയധികം വിലമതിക്കുന്നു. ഇത് ഫർണിച്ചറുകൾ, ഫ്ലോറിംഗ്, വയലിൻ, ഗിറ്റാറുകൾ തുടങ്ങിയ സംഗീതോപകരണങ്ങൾക്കുള്ള ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. മേപ്പിൾ മരത്തിന്റെ സങ്കീർണമായ ധാന്യ പാറ്റേണുകൾ മരപ്പണിയിലും കൗരകൗശലത്തിലും അതിന്റെ അഭികാമ്യത വർദ്ധിപ്പിക്കുന്നു. പാരിസ്ഥിതികമായി മേപ്പിൾ മരങ്ങൾ അവയുടെ പരിസ്ഥിതിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവ വിവിധ വന്യജീവികൾക്ക് ആവാസ വ്യവസ്ഥയും ഭക്ഷണവും നൽകുകയും വന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. അവയുടെ വിപുലമായ റൂട്ട് സിസ്റ്റങ്ങൾ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നു. കൂടാതെ അവയുടെ മേലാപ്പ് തണലും മിതമായ താപനിലയും അവയുടെ ചുറ്റുപാടുകളുടെ മൈക്രോ ക്ലൈമറ്റ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മേപ്പിൾ മരം പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രതീകം മാത്രമല്ല, സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ഒരു നിർണായക വിഭവം കൂടിയാണ്. അതിന്റെ ഊർജ്ജസ്വലമായ ഇലകൾ, മധുരമുള്ള സിറപ്പ്, ഈട് നിൽക്കുന്ന മരം എന്നിവ പ്രകൃതിയിലും മനുഷ്യ വ്യവസായത്തിലും അതിന്റെ പ്രാധാന്യവും വൈവിധ്യവും അടിവരയിടുന്നു. 3. ക്വാക്കിംഗ് ആസ്പെൻ ട്രീ. കുലുങ്ങുന്ന ആസ്പെൻ മരം അതിന്റെ വ്യതിരിക്തമായ വെളുത്ത പുറന്തൊലിക്കും ചെറിയ കാറ്റിൽ വിറയ്ക്കുന്ന ഇലകൾക്കും പേരുകേട്ടതാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ വൃക്ഷ ഇനമാണിത്. പലപ്പോഴും പരസ്പരം ബന്ധിപ്പിച്ച റൂട്ട് സിസ്റ്റങ്ങളിലൂടെ വലിയ കോളനികൾ രൂപീകരിക്കുന്നു. ആവാസ വ്യവസ്ഥയിൽ ആസ്പെൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വിവിധ വന്യജീവികൾക്ക് ആവാസ വ്യവസ്ഥ നൽകുകയും മണ്ണിന്റെ സ്ഥിരതയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. പോപ്പുലസ് ഡ്രമുലോയിഡ്സ് എന്ന ശാസ്ത്രീയ നാമം ഉള്ള ഈ മരം പ്രധാനമായും വടക്കേ അമേരിക്കയിൽ, പ്രത്യേകിച്ച് പർവ്വതനിരകൾ, നദീതീരങ്ങൾ, വനങ്ങൾ തുടങ്ങിയ ഈർപ്പമുള്ള മണ്ണുള്ള തണുത്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ആസ്പെൻസിന് ലൈംഗികമായും വിത്തുകൾ വഴിയും അലൈംഗികമായും റൂട്ട് സക്കറുകൾ വഴിയും വിപുലമായ ക്ലോണൽ കോളനികളിലേക്ക് വ്യാപിക്കാനും കഴിയും. ശരത്കാലത്തിലാണ് ആസ്പെൻ ഇലകൾ മഞ്ഞ നിറത്തിലുള്ള ഷേഡുകളായി മാറുന്നത്. അത് അവയെ മനോഹരമായ കാഴ്ചയാക്കുന്നു. മാൻ, എൽക്ക്,
പക്ഷികൾ, പ്രാണികൾ എന്നിവയുൾപ്പെടെ വിവിധ വന്യജീവികൾക്ക് ആസ്പെൻസ് ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നൽകുന്നു. ചരിത്രപരമായി തദ്ദേശീയരായ അമേരിക്കക്കാർ ഔഷധ ആവശ്യങ്ങൾക്കായി ആസ്പെൻസ് പുറന്തോലി ഉപയോഗിച്ചു. ഇന്ന് കടലാസ്, ഫർണിച്ചർ, സംഗീതോപകരണങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളിൽ ആസ്പെൻ മരം ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും അവ കീടങ്ങൾക്കും രോഗങ്ങൾക്കും ഇരയാകുന്നു. ഇത് അവയുടെ ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നു. ആസ്പെൻ ജനസംഖ്യയെ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ ശ്രമങ്ങൾ നടക്കുകയാണ്. 4. ഇത് സൊക്കോട്ര ഡ്രാഗൺ ട്രീ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൊക്കോട്ര ദ്വീപ സമൂഹത്തിൽ നിന്നുള്ള സവിശേഷവും പ്രതീകാത്മകവുമായ ഒരു വൃക്ഷമാണ് സൊക്കോട്ര ഡ്രാഗൺ ട്രീ. നീളമുള്ളതും വാളിന്റെ ആകൃതിയിലുള്ളതുമായ ഇലകളുള്ള ഇടതൂർന്ന കിരീടത്തോടു കൂടിയ കട്ടിയുള്ള ബൾബ്സ് തുമ്പിക്കൈ പോലെ ഇതിന് ശ്രദ്ധേയവും അസാധാരണവുമായ രൂപമുണ്ട്. മരുന്ന്, ചായങ്ങൾ, വാർണിഷ് എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഡ്രാഗൺസ് ബ്ലഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക ചുവന്ന സ്രവം ഈ വൃക്ഷം ഉൽപ്പാദിപ്പിക്കുന്നു. സോക്കോട്ര ദ്വീപിലും അടുത്തുള്ള ദ്വീപുകളിലും മാത്രമായി കാണപ്പെടുന്നു. അവിടെ ഇത് വരണ്ടതും പാറ നിറഞ്ഞതുമായ ഭൂപ്രകൃതികളിൽ വളരുന്നു. പ്രകൃതിദത്തമായി ലോകത്ത് മറ്റൊരിടത്തും കാണാത്തതിനാൽ ഇത് എൻഡേമിസത്തിന്റെ പ്രതീകമാണ്. സൊക്കോട്ര ഡ്രാഗൺ മരങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നു. ചില മാതൃകകൾ 1000 വർഷത്തിലധികം പഴക്കമുള്ളതായി കണക്കാക്കുന്നു. സൊക്കോട്രയിലെ ജനങ്ങൾക്ക് ഈ വൃക്ഷത്തിന് സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അവർ അതിനെ പവിത്രമായി കണക്കാക്കുകയും അവരുടെ നാടോടി കഥകളിലും പാരമ്പര്യങ്ങളിലും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥ വ്യതിയാനം, അതിന്റെ റെസിൻ, സുസ്ഥിരമല്ലാത്ത വിളവെടുപ്പ് എന്നിവയിൽ നിന്ന് സൊക്കോട്ര ഡ്രാഗൺ ട്രീ ഭീഷണി നേരിടുന്നു. ഈ അദ്വിതീയ ഇനത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 5. ഒയാമൽ ഫിർ ട്രീസ്. ഒയാമൽ ഫിർ മരങ്ങൾ മെക്സിക്കോ സ്വദേശിയായ ഒരു തരം വൃക്ഷമാണ്. പലപ്പോഴും ഉയർന്ന ഉയരത്തിലുള്ള വനങ്ങളിൽ കാണപ്പെടുന്നു. മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കുടിയേറ്റ സമയത്ത് അവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓവർ വിന്ററിംഗ് സൈറ്റായതിനാൽ അവ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ഈ മരങ്ങൾ രാജവംശത്തിന്റെ നിലനിൽപ്പിന് നിർണായകമായ ഒരു ആവാസ വ്യവസ്ഥ നൽകുന്നു. ഒയാമൽ ഫിർ മരം ശാസ്ത്രീയമായി അബീസ് റിലിജിയോസ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മുതൽ 3400 മീറ്റർ വരെ, അതായത് 6500 മുതൽ 11000 അടി വരെ ഉയരത്തിലുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഒയാമൽ ഫിർസ് സാധാരണയായി വളരുന്നു. മെക്സിക്കോയുടെ മധ്യ തെക്കൻ പ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. ഈ മരങ്ങൾക്ക് 40 മീറ്റർ, അതായത് 130 അടി വരെ ഉയരത്തിലെത്താൻ കഴിയും. ഇടതൂർന്ന ഇലകളാൽ പിരമിഡ് ആകൃതിയിലാണ് ഇവ. കാനഡയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും കുടിയേറുന്ന ദശലക്ഷക്കണക്കിന് മൊണാർക്ക് ചിത്രശലഭങ്ങൾക്ക് മെക്സിക്കോയിലെ ഒയാമൽ ഫിർ വനങ്ങൾ പ്രാഥമിക ശീതകാല കേന്ദ്രമായി വർത്തിക്കുന്നു. മരങ്ങൾ തണുത്ത താപനിലയിൽ നിന്നും കാറ്റിൽ നിന്നും അഭയം നൽകുന്നു. ഇത് ശൈത്യകാലത്ത് ചിത്രശലഭങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും മറ്റ് ഘടകങ്ങളും കാരണം ഒയാമൽ ഫിർ വനങ്ങളുടെ സംരക്ഷണം മൊണാർക്ക് ബട്ടർഫ്ലൈ ജനസംഖ്യയുടെ നിലനിൽപ്പിന് നിർണായകമാണ്. ഈ വനങ്ങളെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ ഭൂപരിപാലന സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഈ ഐക്കണിക് സ്പീഷീസിന്റെ തുടർ അസ്തിത്വം ഉറപ്പാക്കാൻ തുടരുകയാണ്. 6. ഇത് റെയിൻബോ യൂക്കാലിപ്റ്റസ് മരങ്ങൾ. റെയിൻബോ യൂക്കാലിപ്റ്റസ് മരങ്ങൾ അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് ഡെഗ്ലപ്റ്റ വിവിധ നിറങ്ങളിലുള്ള പുറന്തോലിക്ക് പേരുകേട്ട സവിശേഷവും കാഴ്ചയിൽ ശ്രദ്ധേയവുമായ ഒരു ഇനമാണ്. റെയിൻബോ യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂ ഗിനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. ഉഷ്ണമേഖലാ വനങ്ങളിൽ വളരുന്ന ഇവ സാധാരണയായി താഴ്ന്ന പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. യൂക്കാലിപ്റ്റസിന്റെ ഏറ്റവും വ്യതിരിക്തമായ സവിശേഷത അതിന്റെ പുറന്തൊലിയാണ്. പച്ച, നീല, ദ്രുമനൂൽ, ഓറഞ്ച്, മെറൂൺ എന്നിവയുൾപ്പെടെയുള്ള നിറങ്ങളുടെ ഒരു സ്പെക്ട്രം വെളിപ്പെടുത്തുന്നതിന് അത് സ്ട്രിപ്പുകളായി ചൊരിയുന്നു. ഈ പുറന്തൊലി പ്രക്രിയ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിക്കുന്നു. ഇത് ഊർജ്ജസ്വലമായ മഴവില്ല് പോലെയുള്ള രൂപം സൃഷ്ടിക്കുന്നു. ഈ മരങ്ങൾക്ക് വളരെ ഉയരത്തിൽ വളരാൻ കഴിയും. അവയുടെ ജന്മസ്ഥലങ്ങളിൽ 60 തൊട്ട് 75 മീറ്റർ, അതായത് 200 തൊട്ട് 250 അടി വരെ ഉയരത്തിലെത്തുന്നു. കൃഷിയിൽ അവ സാധാരണയായി 35 തൊട്ട് 45 മീറ്റർ വരെ, അതായത് 115 തൊട്ട് 150 അടി വരെ എത്തുന്നു. അവയുടെ അലങ്കാര മൂല്യത്തിന് പുറമെ തടിക്കും പൾപ്പ് വുഡിനും വേണ്ടി റെയിൻബോ യൂക്കാലിപ്റ്റസ് മരങ്ങൾ വളർത്തുന്നു. കൂടാതെ മരം കടലാസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് ഫിലിപ്പീൻസിൽ. റെയിൻബോ യൂക്കാലിപ്റ്റസ് മരങ്ങൾക്ക് ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ ആവശ്യമാണ്. സമ്പന്നമായ നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ അവ വളരുന്നു. ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ്. ഈ മരങ്ങൾ വിത്തുകളിൽ നിന്നോ വെട്ടിയെടുത്തതിൽ നിന്നോ പ്രചരിപ്പിക്കാവുന്നതാണ്. ഇവയ്ക്ക് പതിവായ നനവ് ആവശ്യമാണ്, പ്രത്യേകിച്ച് വരണ്ട കാലഘട്ടങ്ങളിൽ. അവയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച സഹായിക്കുന്നതിന് ബീജസങ്കലനത്തിൽ നിന്ന് പ്രയോജനം തേടുന്നു.
റെയിൻബോ യൂക്കാലിപ്റ്റസ് പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ അതിശയകരമായ ഉദാഹരണമാണ്. പലപ്പോഴും പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും റോഡരികുകളിലും അലങ്കാരത്തിനോ അല്ലെങ്കിൽ ആകർഷണത്തിനായി ഇവ നട്ടുപിടിപ്പിക്കാറുണ്ട്. 7. ഇത് വവോന ട്രീ. വവോന ടണൽ ട്രീ എന്നറിയപ്പെടുന്ന വവോന ട്രീ കാലിഫോർണിയയിലെ യോസെമൈറ്റ് നാഷണൽ പാർക്കിലെ മാരിപ്പോസ ഗ്രോവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഭീമൻ സെക്കോയ അല്ലെങ്കിൽ സെക്കോയോ ഡെൻഡ്രോൺ ജിഗാന്റിയം ആയിരുന്നു. 1881 അതിന്റെ നടുവിലൂടെ ഒരു തുരങ്കം മുറിച്ചതിന് ശേഷം വവോന ട്രീ പ്രശസ്തി നേടി. കുതിരവണ്ടികൾക്കും പിന്നീട് വാഹനങ്ങൾക്കും കടന്നു പോകാൻ ഈ തുരങ്കം പര്യാപ്തമായിരുന്നു. ഇത് പിന്നീട് ഒരു ജനപ്രിയ സഞ്ചാര കേന്ദ്രമായി മാറി. വവോന വൃക്ഷത്തിന് ഏകദേശം 227 അടി അതായത് 69 മീറ്റർ ഉയരമുണ്ട്. അതിന്റെ ചുവട്ടിൽ ഏകദേശം 26 അടി അതായത് 7.9 മീറ്റർ വ്യാസം ഉണ്ടായിരുന്നു. 7 അടി വീതിയും 9 അടി ഉയരവും 26 അടി നീളവും ഉള്ളതായിരുന്നു തുരങ്കം. വൃക്ഷത്തിന് വവോന എന്ന് പേരിട്ടു. ഇത് വലിയ വൃക്ഷം അല്ലെങ്കിൽ മൂങ്ങയുടെ കൂൺ എന്നാണ് അർത്ഥമാക്കുന്നത്. നിർഭാഗ്യവശാൽ 1969 ഒരു മഞ്ഞ് വീഴ്ചയ്ക്കിടെ വവോന മരം വീണു. കനത്ത മഞ്ഞ് ശേഖരണവും തുരങ്കം കാരണം ദുർബലമായ ഘടനയും അതിന്റെ തകർച്ചയ്ക്ക് കാരണമായതായി വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ പതനത്തിന് ശേഷവും വവോന മരം യോസെമൈറ്റിന്റെ സ്വാഭാവിക ചരിത്രത്തിന്റെ ഒരു പ്രധാന പ്രതീകമായി തുടരുകയാണ്. വീണുപോയ ഇതിപ്പോഴും മാരിപ്പോസ ഗ്രോവിൽ കിടക്കുന്നു. സന്ദർശകർക്ക് അത് കാണാനും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാനും കഴിയും. ഭീമൻ സെക്കോയകളെയും മറ്റ് പുരാതന മരങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ ശ്രമങ്ങളുടെ പ്രാധാന്യം വവോന മരത്തിന്റെ കഥ എടുത്തു കാണിക്കുകയാണ്. ജീവനുള്ള മരങ്ങൾക്കിടയിലൂടെ തുരങ്കങ്ങൾ മുറിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല. കാരണം അത് അവയെ ഗുരുതരമായി നശിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യന്റെ താല്പര്യവും വിനോദസഞ്ചാരവും ഉൾക്കൊള്ളുന്നതോടൊപ്പം പ്രകൃതിയിലെ അത്ഭുതങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലാണ് വവോന മരം. 8. സെയ്ബ പെൻഡേൻഡ്ര. സെയ്ബ പെൻഡേൻഡ്ര സാധാരണയായി കപ്പോക്ക് ട്രീ അല്ലെങ്കിൽ സിൽക്ക് കോട്ടൺ ട്രീ എന്നറിയപ്പെടുന്നു. അതിന്റെ ആകർഷണീയമായ ഉയരത്തിനും വ്യതിരിക്തമായ വിത്ത് കായ്കൾക്കും പേരുകേട്ട ഒരു വലിയ ഉഷ്ണമേഖല വൃക്ഷമാണ്. സെൻട്രൽ, തെക്കേ അമേരിക്ക, പശ്ചിമ ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് സെയ്ബ പെൻഡേൻഡ്രയുടെ ജന്മദേശം. താഴ്ന്ന പ്രദേശങ്ങളിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ ഇത് വളരുന്നു. പലപ്പോഴും നദീതീരങ്ങളിൽ കാണപ്പെടുന്നു. കപ്പോക്ക് മരങ്ങൾക്ക് 3 മീറ്റർ അതായത് 10 അടി വ്യാസവും 70 മീറ്റർ 230 അടി അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉയരത്തിൽ വരെ വളരാൻ കഴിയും. മരത്തിന് ചുവടും വീതിയേറിയ മേലാപ്പുമുണ്ട്. അതിന്റെ ശാഖകൾ പലപ്പോഴും കോണാകൃതിയിലുള്ള മുള്ളുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കപ്പോക്ക് മരത്തിന്റെ ഇലകൾ സംയുക്തമാണ്. വവ്വാലുകൾ പരാഗണം നടത്തുന്ന വലിയ സുഗന്ധമുള്ള വെള്ള മുതൽ പിങ്ക് കലർന്ന പൂക്കൾ ഈ വൃക്ഷം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കപ്പോക്ക് മരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിന്റെ വിത്ത് കായ്കളാണ്. അതിൽ 100 കണക്കിന് വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. അവ കപ്പോക്ക് എന്നറിയപ്പെടുന്ന മഞ്ഞ കലർന്ന നാരുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ നാരുകൾ തലയിണകൾ, മെത്തകൾ, ലൈഫ് ജാക്കറ്റുകൾ എന്നിവ നിറയ്ക്കാൻ അനുയോജ്യമാക്കുന്നു. കപ്പോക്ക് മരങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷികൾ, വവ്വാലുകൾ, പ്രാണികൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ മൃഗങ്ങൾക്ക് അവ ആവാസ വ്യവസ്ഥയും ഭക്ഷണവും നൽകുന്നു. പല സംസ്കാരങ്ങളിലും കപ്പോക്ക് മരങ്ങൾ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അവ വിവിധ മിത്തുകളുമായും ഐതിഹ്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാദേശിക നാടോടി കഥകളിലും പാരമ്പര്യങ്ങളിലും അവ പലപ്പോഴും ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. നാരുകൾക്കപ്പുറം കപ്പോക്ക് മരങ്ങൾക്ക് മറ്റ് വിവിധ ഉപയോഗങ്ങളുമുണ്ട്. തടി ഭാരം കുറഞ്ഞതും വളരെ മോടിയുള്ളതുമല്ലെങ്കിലും കൊത്തുപണികൾ, ലൈറ്റ് നിർമ്മാണം, തോണികൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കപ്പോക്ക് മരങ്ങൾ നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നതായി കണക്കാക്കുന്നുണ്ടെങ്കിലും വനനശീകരണവും ആവാസ വ്യവസ്ഥയുടെ നാശവും ചില പ്രദേശങ്ങളിലെ അവയുടെ ജനസംഖ്യയ്ക്ക് ഭീഷണിയാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ സംരക്ഷിക്കുന്നതിലും സുസ്ഥിര ഭൂവിനിയോഗ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സംരക്ഷണ ശ്രമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 9. ജൂനിപ്പർ ട്രീസ്. ജൂനിപ്പറസ് ജനൂസിൽ പെടുന്ന കോണിഫറസ് സസ്യങ്ങളുടെ വൈവിധ്യമാർന്ന ഗ്രൂപ്പാണ് ജൂനിപ്പർ ട്രീ അഥവാ ചൂരച്ചെടികൾ. കാഠിന്യത്തിനും വിവിധ കാലാവസ്ഥകളോടും മണ്ണിനോടുമുള്ള പൊരുത്തപ്പെടുത്തലിനും അവർ അറിയപ്പെടുന്നു. ആർട്ടിക് മുതൽ ഉഷ്ണമേഖല ആഫ്രിക്ക, മധ്യ അമേരിക്ക വരെ വടക്കൻ അർദ്ധഗോളത്തിൽ ഉടനീളം 60 മുതൽ 70 വരെ ഇനം ജുനൈപ്പറുകൾ കാണപ്പെടുന്നു. വലിപ്പം, രൂപം, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ അവ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ചൂരച്ചെടികൾ ചെറുതും താഴ്ന്നു വളരുന്ന കുറ്റിച്ചെടികളോ 40 മീറ്റർ അതായത് 130 അടി വരെ ഉയരത്തിലെത്തുന്ന വലിയ മരങ്ങളോ ആകാം. ഇവയുടെ ഇലകൾ സാധാരണയായി ഇളം ചെടികളിൽ സൂചി പോലെയും മുതിർന്ന ചെടികളിൽ സ്കെയിൽ പോലെയുമാണ്. സസ്യജാലങ്ങൾ സാധാരണയായി പച്ചയാണ്. എന്നാൽ ചില സ്പീഷീസുകൾ നീല അല്ലെങ്കിൽ വെള്ളി നിറങ്ങൾ കാണിക്കുന്നു. ചൂരച്ചെടികൾ ഡയോസിയസ് ആണ്.
അതിനർത്ഥം അവയ്ക്ക് ആൺ പെൺ സസ്യങ്ങൾ വെവ്വേറെ ഉണ്ട് എന്നാണ്. പെൺ സസ്യങ്ങൾ ബെറി പോലുള്ള കൂണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഫലങ്ങൾ യഥാർത്ഥത്തിൽ മാംസളമായ സ്കെയിലുകളുള്ള പരിഷ്കരിച്ച കൂണുകളാണ്. അത് ലയിച്ച് ഫലം പോലെയുള്ള ഘടന ഉണ്ടാക്കുന്നു. അവയ്ക്ക് നീല മുതൽ ചുവപ്പ് കലർന്ന തവിട്ട് വരെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട്. പ്രായപൂർത്തിയാകാൻ 1 മുതൽ 3 വർഷം വരെ എടുത്തേക്കാം. ചൂരച്ചെടികൾ വളരെ പൊരുത്തപ്പെടാൻ കഴിയുന്നവയാണ്. മരുഭൂമികൾ, പർവ്വതങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരിസ്ഥിതികളിൽ വളരാൻ കഴിയും. വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളിൽ അവ സാധാരണയായി കാണപ്പെടുന്നു. അവിടെ അവ പലപ്പോഴും ഇടതൂർന്ന കുറ്റിക്കാടുകളോ വനപ്രദേശങ്ങളോ ഉണ്ടാക്കുന്നു. ജുനൈപ്പർ സരസഫലങ്ങൾ പാചകത്തിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ പാചക രീതികളിൽ സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നു. ഇവ ആത്മാവിന് വ്യതിരിക്തമായ രുചി നൽകുന്നുണ്ട്. ചരിത്രപരമായി ചൂരച്ചെടിയുടെ പഴങ്ങളും ചെടിയുടെ മറ്റ് ഭാഗങ്ങളും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ അവയുടെ ഡയൂററ്റിക്, ആന്റിസെപ്റ്റിക്, ദഹന ഗുണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. തടി സുഗന്ധമുള്ളതും ജീർണതയെ പ്രതിരോധിക്കുന്നതും പലപ്പോഴും ഫർണിച്ചറുകൾ, മറ്റ് തടി വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇവ വന്യജീവികൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥയും ഭക്ഷണവും നൽകുന്നു. പക്ഷികളും സസ്തിനികളും സരസഫലങ്ങൾ ഭക്ഷിക്കുന്നു. ഇടതൂർന്ന സസ്യജാലങ്ങൾ പാർപ്പിടവും കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങളും പ്രദാനം ചെയ്യുന്നു. കൂടാതെ മണ്ണിന്റെ സ്ഥിരതയിലും അവയുടെ തദ്ദേശീയ ആവാസ വ്യവസ്ഥയിലെ മണ്ണൊലിപ്പ് തടയുന്നതിലും ചൂരച്ചെടികൾ ഒരു പങ്ക് വഹിക്കുന്നു. പാചക പ്രയോഗങ്ങൾ മുതൽ പാരിസ്ഥിതിക നേട്ടങ്ങൾ വരെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യ ഉപയോഗത്തിനും ഗണ്യമായ സംഭാവന നൽകുന്ന പ്രതിരോധശേഷി ഉള്ളതും വൈവിധ്യമാർന്നതുമായ സസ്യങ്ങളാണ് ചൂരച്ചെടികൾ. 10. ഇത് ട്രാവലേഴ്സ് ട്രീ. ട്രാവലേഴ്സ് ട്രീ മഡഗാസ്കറിയൻസിസ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് പാം എന്നും അറിയപ്പെടുന്നു. മഡഗാസ്കറിൽ നിന്നുള്ള ശ്രദ്ധേയമായ ഒരു സസ്യമാണ്. ഇത് യഥാർത്ഥ ഈന്തപ്പനയല്ല. ട്രാവലേഴ്സ് ട്രീയിൽ 10 മീറ്റർ, അതായത് 33 അടി വരെ ഉയരത്തിലെത്താൻ കഴിയുന്ന വലിയ വാഴപ്പഴം പോലെയുള്ള ഇലകളുടെ ഫാൻ പോലുള്ള ക്രമീകരണം ഉള്ള ഒരു വൃക്ഷമാണ്. ഇലകൾ ഒരൊറ്റ തലത്തിൽ വളരുന്നു. ഇവ ഒരു വ്യതിരിക്തവും സമമിതിയുള്ളതുമായ ഫാൻ ആകൃതിയെ സൃഷ്ടിക്കുന്നു. ഈന്തപ്പനയുടെ സാമ്യമുള്ളതും 30 സെന്റിമീറ്റർ, അതായത് 12 ഇഞ്ച് വരെ വ്യാസത്തിൽ വളരുന്നതുമാണ്. ബോട്ടിന്റെ ആകൃതിയിലുള്ള ബ്രാക്റ്റുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വെളുത്ത പൂക്കൾ വൃക്ഷം ഉൽപ്പാദിപ്പിക്കുന്നു. മഡഗാസ്കറിലെ ലെമറുകളും മറ്റ് മൃഗങ്ങളും ഈ പൂക്കൾ പരാഗണം നടത്തുന്നു. കടുന്നീല നിറത്തിലുള്ള ആരിലിനാൽ ചുറ്റപ്പെട്ടുള്ള ധാരാളം വിത്തുകൾ അടങ്ങിയ വുഡി ക്യാപ്സൂളാണ് പഴം. ട്രാവലേഴ്സ് ട്രീ എന്ന പേര് വന്നത് ദാഹിക്കുന്ന യാത്രക്കാർക്ക് വെള്ളം നൽകുമെന്ന വിശ്വാസത്തിൽ നിന്നാണ്. അതിന്റെ ഇലത്തണ്ടുകളുടെ അടിത്തട്ടിൽ മഴവെള്ളം തടഞ്ഞു നിർത്താൻ കഴിയും. അത് വെട്ടിയെടുത്ത് ദാഹം അകറ്റാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കിഴക്കൻ മഡഗാസ്കറിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ മഴക്കാടുകളാണ് റവെനല മഡഗാസ്കറിയൻസിന്റെ ജന്മദേശം. ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും ജലസ്രോതസ്സുകൾക്ക് സമീപം കാണാവുന്നതുമാണ്. ചരിത്രപരമായി ജലത്തിന് അല്പം കൈപ്പേറിയതാണെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ സഞ്ചാരികൾ ഈ വൃക്ഷത്തെ ജലസ്രോതസ്സായി ഉപയോഗിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഈ വൃക്ഷം ഒരു അലങ്കാര സസ്യമായി വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. അതിന്റെ ആകർഷണീയമായ രൂപത്തിനും വാസ്തുവിദ്യാ രൂപത്തിനും വിലമതിക്കപ്പെടുന്നുണ്ട്. ട്രാവലേഴ്സ് ട്രീ ശ്രദ്ധേയവും പ്രതീകാത്മകവുമായ ഒരു സസ്യമാണ്. അതിന്റെ തനതായ രൂപത്തിനും പ്രായോഗിക ഉപയോഗങ്ങൾക്കും സാംസ്കാരിക പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു വൃക്ഷം. ലോകത്തിലെ ഏറ്റവും അസാധാരണമായ 10 മരങ്ങൾ ഇവിടെ നമ്മൾ കണ്ടു. വിചിത്രമായ ഡ്രാഗൺ ബ്ലഡ് ട്രീ മുതൽ ഉയർന്നു നിൽക്കുന്ന ബയോബാബുകൾ വരെ. ഓരോ വൃക്ഷവും പ്രകൃതിയുടെ അവിശ്വസനീയമായ വൈവിധ്യവും അത്ഭുതവും കാണിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും നമ്മുടെ ഗ്രഹം വാഗ്ദാനം ചെയ്യുന്ന അതുല്യമായ സൗന്ദര്യത്തെ വിലമതിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഈ പ്രകൃതിദത്ത അത്ഭുതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അസാധാരണമായ മരങ്ങളുടെ ലോകത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ ആകർഷകമായ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.